അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ബീച്ചുണ്ട്. കടലിനോട് ചേർന്നിട്ടുള്ളതാണല്ലോ. കടലിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ചെറിയൊരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഈ ബിൽഡിങ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ ഇത് കണ്ടോ, കണ്ണെത്താ ദൂരത്തോളം അങ്ങനെ കിടപ്പുണ്ട്. ബീച്ച് നല്ല രസമാണ് കേട്ടോ, ഒരുപാട് ആഴമില്ല. അതിവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് തോന്നുന്നു. ഇതാ അസ്തമയം കണ്ടോ, സൂര്യനങ്ങ് താഴ്ന്നു പോകുന്നു. ഇവിടുത്തെ ഈ ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ നല്ല രസമാണ് കേട്ടോ ആ ബിൽഡിങ്ങിൽ കാണാനായിട്ട്. എന്തൊക്കെയോ പുല്ല് പോലത്തെ ചെറിയ ചെറിയ കമ്പുകളും കൂടി ചേർത്ത് വെച്ചിട്ടാണ് അത് പണിതിരിക്കുന്നത്. ഭയങ്കര ഭംഗിയിലാണ് ചെയ്തേക്കണത് കേട്ടോ. പണ്ട് നമ്മുടെയൊക്കെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, കൊട്ട നെയ്യില്ലേ, അതുപോലെയൊക്കെയാണ് അത് മുകളിലുണ്ടാക്കി വെച്ചേക്കണം. അതുപോലെ നല്ല പഞ്ചാര പോലത്തെ മണലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മണൽ, ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഇങ്ങനെ കാല് പൂത്തി ഈ പ്രായത്തിലും അങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എൻ്റെ മൂത്ത മോളാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇതവളാണ് നിൽക്കുന്നത്. അവൾക്ക് 3 കുട്ടികളാണുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ഒരു സുഖമില്ലാത്ത ആളാണ്. ഇത് അവിടെ ഇരിപ്പുണ്ട്. സ്പൈനൽ കോഡിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്, സുഖമില്ലാണ്ടിരിക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. നമുക്ക് അസ്തമയമൊക്കെ അടുത്ത് നിന്ന് കാണാൻ പാകത്തിന് ബൈനോക്കുലർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇതിലേക്ക് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെന്തായാലും ബീച്ചിനകത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതെൻ്റെ മകളുടെ ഭർത്താവാണ്, എൻ്റെ മോൻ. ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിനകത്ത് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. 2 ദിവസത്തെ ടൈം ഒട്ടും വേസ്റ്റായില്ല. ഭയങ്കര ഭംഗിയായിരുന്നു. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്.